നമസ്കാരം. മൈ പി എസ് സി ക്ലാസ് റൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന +2 ലെവൽ പ്രിലിമിനറി എക്സാം, ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം, അതുപോലെ 10th ലെവൽ മെയിൻ എക്സാം കഴിഞ്ഞു. 10th ലെവൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞു. അതിൻ്റെ മെയിൻ എക്സാമുകൾ LDC, LGS, ഫീൽഡ് വർക്കർ, ഇതിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടമെടുത്തിരിക്കുന്നത്? USA, അമേരിക്ക. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോല്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖം. ഒരിക്കൽ കൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെ. അപ്പോൾ അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖം. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജാനുവരി 22. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ആരംഭിച്ചു. എന്നാൽ ഡിസംബർ 11 ആയപ്പോൾ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവിടെ പ്രസൻറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജാനുവരി 22. ഓർത്തു വച്ചിരിക്കുക. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ, ഒരേ ഒരു തവണയാണ് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1976 42 ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത്. അപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓർത്തു വച്ചിരിക്കുക. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ്? 1949 നവംബർ 26. 1949 നവംബർ 26. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖം. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജാനുവരി 22. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി BN റാവു. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആമുഖം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഓർമ്മിച്ചുകൊള്ളാം. ഇന്ത്യൻ ഭരണഘടനയുടെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. അപ്പോൾ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർഗർ. ഭരണഘടനയുടെ താക്കോൽ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർഗർ. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർഗർ. ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ. ഇന്ത്യയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു.
ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ. ആമുഖം അനുസരിച്ച് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. ആമുഖത്തെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഒരു തവണ. ആമുഖത്തെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഒരു തവണ. 1976 42-ാം ഭേദഗതിയിലൂടെ. നമുക്കറിയാം 1976 42-ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആമുഖത്തെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഒരു തവണ. 1976 42-ാം ഭേദഗതി. ചെറുഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. ആമുഖത്തെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഒരു തവണ. 1976 42-ാം ഭേദഗതിയിലൂടെ. ചെറുഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തെ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേ അല്ല എന്ന് വാദിച്ച കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വാദിച്ച കേസ് ഫേരുഭായി കേസ്. ഫേരുഭായി കേസ് 1960. ഫേരുഭായി കേസ് 1960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേ അല്ല എന്ന് വാദിച്ച കേസ് ഫേരുഭായി കേസ് 1960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം സിലബസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആമുഖം. അപ്പോൾ ഇത് കേട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ഇടുന്നതാണ്.